സർവസമ്മതനായിരിക്കും ദജ്ജാൽ. ഇല്ലാലിൽ മുഅ്മിനീൻ. അയാളുടെ നെറ്റിത്തടത്തിൽ അയാൾ നിഷേധിയാണെന്ന് കാണുക ആര് മാത്രമാണ്? മുഅ്മിനീങ്ങൾ മാത്രമാണ്. മുഅ്മിനീങ്ങൾ അന്ന് വളരെ ഖലീലുമാണ്. അപ്പോൾ ഭൂലോകത്തെ കോടാനക്കോടി ജനങ്ങൾ എന്തു പറയും? ഇങ്ങനൊരു നന്മയുള്ള മനുഷ്യൻ ഇല്ല എന്ന് പറയും. ഇവൻ ഭൂലോക കള്ളനാണെന്ന് 8-10 മുഅ്മിനീങ്ങൾ വരെയുള്ളൂ. നിങ്ങളെന്താ മനസ്സിലാക്കാട്ട്? സർവസമ്മതനായിരിക്കും ദജ്ജാൽ. സർവസമ്മതനായിരിക്കും. അയാൾ ആരാന്ന് എനിക്കറിയാം. ആ സ്ഥാനം എനിക്കറിയാം. അയാളുടെ സ്ഥാനം എനിക്കറിയാം. ആ വ്യക്തി എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥാനത്തൊരു വ്യക്തി വരും. അതൊന്നര സ്ഥാനമാണ്. ആ സ്ഥാനത്തൊരു വ്യക്തിയായിരിക്കും അയാളായിരിക്കും വെച്ചാൽ. ആ സ്ഥാനം എനിക്കറിയാം, വ്യക്തി അറിയില്ല, സ്ഥാനം അറിയും. അതിൻ്റെ റബ്ബിനിക്ക് തന്ന തൗഫീഖ. എന്തുകൊണ്ട് 20-25 കൊല്ലം ദജ്ജാലിനെ പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കില്ല? രാവും പകലും മരത്തുമ്മ പഠിക്കുന്ന ഒരു ആശാരിക്ക് ഏതാണ് കസേര ഉണ്ടാക്കാൻ പറ്റിയ മരം, ഏതാണ് വിറക് മൂളിയാക്കാൻ പറ്റിയ മരം എന്ന് അറിയില്ലെങ്കിൽ പിന്നെ അവനെന്താ ആശാരിയ? മക്കയും മദീനയും നിന്നിച്ചു. മക്കയും മദീനയും എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വലിയകാരനാണ്, എൻ്റെ അടുത്തേക്ക് മക്കയും മദീനയും വരും. ഞാൻ മക്കയും മദീനയോടുള്ള ഇഷ്ടം കൊണ്ട് പൊട്ടി കരഞ്ഞ് ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ മക്കായിലെ ഏറ്റവും വലിയ സംസം വെള്ളം എല്ലാ ദിവസവും കുടിക്കാൻ വേണ്ടി എൻ്റെ ബാഗിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. എൻ്റെ ചെറിയ ബാഗിലും സംസം വെള്ളം ഉണ്ടാവും, എന്നുണ്ടാവും. എത്ര കാലം? 10 കൊല്ലമായി. എന്തുകൊണ്ട്? എനിക്ക് അതിനെ അത്ര വലിയ ഇഷ്ടമാണ്. അവിടെ പോയി കുടിക്കാൻ കഴിയില്ല, അപ്പം ഞാൻ ഇവിടുന്ന് കുടിക്കും. മക്കയും മദീനയും മാത്തായി തന്നെയാണ്. പക്ഷെ എനിക്കവിടെ പോകാൻ പറ്റില്ല. എനിക്കങ്ങനെ പോകേണ്ട ബാധ്യതയില്ല. ഹക്ക് പറഞ്ഞിട്ടാണ് പോകാൻ പറ്റാതായത്. അപ്പോൾ അവരിങ്ങോട്ട് വരും, മക്കയും മദീന ഇങ്ങോട്ട് വരും, എൻ്റെ അടുത്ത് വരും. അതുമായി സംബന്ധമായി വേറെ ഒരു രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയത്തത്. അതുകൊണ്ട് വേറെ രഹസ്യം, അത് വേറെ രഹസ്യമുണ്ട്. വേറെ രഹസ്യം ഇതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ അത് മോശമാണ്. അതിൻ്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. അത് പുറത്തു വരാൻ പാടില്ല. മക്കൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളാരാ? മക്കൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മക്കൻ്റെ അടുത്ത് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തിനാ മക്കത്ത് കൊണ്ട് ആവശ്യം? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മക്ക എന്നെ തേടി വന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അപ്പുറം ഞാൻ പറയാം ഇത് പരമാവധിയാണ്. ഈ അവസ്ഥയെ നമ്മൾ പേച്ചു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവനെ ഓരോ കാലഘട്ടത്തിലുമുള്ള സത്യങ്ങളെ അതാണെന്ന് മനസ്സിലാക്കി. ഇപ്പം ദജ്ജാലിനെ മനസ്സിലാക്കിയെടുത്ത് മുസ്ലിം ലോകത്ത് പിഴവറ്റിട്ടുണ്ട്. ഇതെൻ്റെ വിശ്വാസം. കാരണം അത് മുൻഗാമികൾ പറയേണ്ടതല്ല. മുൻഗാമികൾ പറയാത്ത ഇയാൾ പറയണത്. മുൻഗാമികളല്ല ദജ്ജാലിനെ പറയേണ്ടത്. ദജ്ജാൽ പുറത്തിറങ്ങാനായാലാണ് ദജ്ജാൽ ആരാന്ന് അടയാളം കിട്ടും. ആ അടയാളം നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങളുടെ ഹൃദയത്തിൽ വാതിലടഞ്ഞുകൊണ്ടാണ്. എനിക്ക് ദജ്ജാൽ ആരാന്നറിയും. നിങ്ങൾ പറഞ്ഞ ആളൊന്നുമല്ല ദജ്ജാൽ. കേരളത്തിൽ ദജ്ജാലിനെ പറ്റി പറയുന്ന വയലുകൾ 100% നുണയാണ്. അതൊന്നുമല്ല ദജ്ജാൽ. 100% നുണ. പിന്നെ വേറെ 1% പുറക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കൂടി ശത്രുക്കളാക്കി. അത്തരം വയലുകൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത്. അന്ന് എനിക്ക് ദജ്ജാലിനെ അറിയില്ല. ഇപ്പോൾ എനിക്ക് ദജ്ജാലിനെ അറിയും. ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളൊന്നല്ല. ദജ്ജാലിനെ വരുന്നത് കേട്ടാൽ ആരെങ്കിലും ഒരു പീച്ചങ്ങത്തിയൊക്കെ വെച്ച് ഒറ്റക്കണ്ണം വെച്ച്, ഒറ്റക്കണ്ണനല്ല, ഒറ്റക്കണ്ണം തന്നെയാണ്. ഒരു പീച്ചങ്ങത്തി ഒരു വെറ്റിൽ നിന്നൊക്കെ മുറുക്കി തിന്ന് തുപ്പി നടക്കുന്ന ഒരാളാണ് ഇന്നത്തെ വയല് കേട്ടാൽ ആര്? ദജ്ജാൽ. ഒന്നല്ല ദജ്ജാൽ. ദജ്ജാൽ വലിയ ആളാണ്. ഞാൻ പറയില്ല, ഇപ്പോഴൊന്നും പറയും കുറച്ച് ചേട്ടെ പറയും. ദജ്ജാൽ ആരാന്ന് എനിക്കറിയാം. ആർക്കും അറിയാത്ത എനിക്കറിയാം. ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളെയല്ല. ദജ്ജാൽ നിങ്ങൾ വിചാരിച്ച ആളെയല്ല, ഒരിക്കലല്ല. വിചാരിച്ച ആളെയല്ല ദജ്ജാൽ. ലോകം മുഴുവനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും ദജ്ജാൽ. വെറുക്കുന്ന ആളാവില്ല. സത്യം. നിങ്ങൾ വിചാരിക്കണത് നിങ്ങൾ ഈ വർണ്ണന കേട്ടാൽ അങ്ങനെ ഒരാളെ ആരാ സ്വീകരിക്കാം? അത്രയും വലിയ സ്ഥാനത്തുള്ള ആളായിരിക്കും ദജ്ജാൽ. ദജ്ജാൽ ഒരിക്കലും ഒരു വ്യക്തി, അങ്ങനത്തെ ഒരാളല്ല. ദജ്ജാൽ ഒരു വ്യക്തിയാണ്. പക്ഷെ അത് ലോകം മുഴുവനും സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ലോകം മുഴുവൻ തള്ളിക്കളയുന്ന വ്യക്തിയല്ല. ദജ്ജാലിന് ഒരു മോശപ്പെട്ട ഒരു, മനസ്സിലായില്ലേ, ഒരു സൗന്ദര്യമോ ഭംഗിയോ സ്ഥാനവും മാനോ ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ജനങ്ങൾ അയാൾ എന്താ ചെയ്യുക? ഒഴിവാക്കുക.
അത്രയൊന്നും ഭംഗിയില്ലാത്ത ഒരാളായിരുന്നു ബർണാഡ് ഷാ. ബർണാഡ് ഷായുടെ ഒരു സുന്ദരിയായ പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളെൻ്റെ ഭർത്താവാൻ സമ്മതമാണെങ്കിൽ. ഞങ്ങളുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യവും കൂടി ഒരു കുഞ്ഞുണ്ടായാൽ ലോകത്തെ അതിസുന്ദരനായ ഒരു വ്യക്തിയായിരിക്കും, ലോകം മുഴുവൻ അയാളെ സ്വീകരിക്കും. അപ്പോൾ ബർണാഡ് ഷാ പറഞ്ഞു, ശരിയാണ്, പക്ഷെ കുട്ടിക്ക് നിൻ്റെ സൗന്ദര്യവും എൻ്റെ ബുദ്ധിയാണ് ആരാ പറഞ്ഞത്? ചിലപ്പോൾ എൻ്റെ സൗന്ദര്യവും നിൻ്റെ ബുദ്ധിയാണെങ്കിലും. മനസ്സിലായില്ല? പഠിച്ചോ, നിൻ്റെ അടുത്തുനിന്ന് സൗന്ദര്യവും നിൻ്റെ അടുത്തുനിന്ന് ബുദ്ധിയാണ് എടുക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ എൻ്റെ ചോദിക്കായിരിക്കും. ആരും ഒക്കെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ ഐരോപ്യത ബുദ്ധി അരക്കാശിനുള്ളാത്ത എൻ്റെ ബുദ്ധിയായിരിക്കും. അങ്ങനത്തെ കുട്ടി ഉണ്ടായാൽ പിന്നെ അതിനെന്ത് നമ്മൾ ബുദ്ധിമുട്ടാക്കണം? ഒരു മനുഷ്യൻ കാണാനും കൊള്ളൂല, കേൾക്കാനും കൊള്ളൂല, സ്ഥാനമില്ല, മാനമില്ല. അങ്ങനത്തെ ഒരു വ്യക്തി ആരാ സ്വീകരിക്കുക? സർവസമ്മതനായിരിക്കും ദജ്ജാൽ. ഇല്ലാലിൽ മുഅ്മിനീൻ. അയാളുടെ നെറ്റിത്തടത്തിൽ അയാൾ നിഷേധിയാണെന്ന് കാണുക ആര് മാത്രമാണ്? മുഅ്മിനീങ്ങൾ മാത്രമാണ്. മുഅ്മിനീങ്ങൾ അന്ന് വളരെ ഖലീലുമാണ്. അപ്പൊ ഭൂലോകത്തെ കോടാനക്കോടി ജനങ്ങൾ എന്തു പറയും? ഇങ്ങനൊരു നന്മയുള്ള മനുഷ്യൻ ഇല്ല എന്ന് പറയും. ഇവൻ ഭൂലോക കള്ളനാണെന്ന് 8-10 മുഅ്മിനീങ്ങൾ വരെയുള്ളൂ. നിങ്ങളെന്താ മനസ്സിലാക്കാട്ട്? സർവസമ്മതനായിരിക്കും ദജ്ജാൽ, സർവസമ്മതനായിരിക്കും. അയാൾ ആരാന്ന് എനിക്കറിയാം, അയാളുടെ സ്ഥാനം എനിക്കറിയാം, ആ വ്യക്തി എനിക്കറിയില്ല. പക്ഷെ ആ സ്ഥാനത്തൊരു വ്യക്തി വരും, അത് ഉന്നത സ്ഥാനമാണ്. ആ സ്ഥാനത്തൊരു വ്യക്തിയായിരിക്കും അയാളെ വിളിച്ചാൽ. ആ സ്ഥാനം എനിക്കറിയാം, വ്യക്തി അറിയില്ല, സ്ഥാനം അറിയും. അതിൻ്റെ റബ്ബിനിക്ക് തന്ന തൗഫീഖ. എന്തുകൊണ്ട് 20-25 കൊല്ലം ദജ്ജാലിനെ പഠിക്കുന്ന ഒരാൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കില്ല? രാവും പകലും മരത്തുമ്മ പഠിക്കുന്ന ഒരു ആശാരിക്ക് ഏതാണ് കസേര ഉണ്ടാക്കാൻ പറ്റിയ മരം, ഏതാണ് വിറക് മുളിയാക്കാൻ പറ്റിയ മരം എന്ന് അറിയില്ലെങ്കിൽ പിന്നെ അവനെന്താ ആശാരിയ? അപ്പം അത് കറാമത്തല്ല. ഒരു സാധനത്തുമ്മ പണിയെടുക്കുമ്പോൾ അല്ലേ, ഒരു പണ്ടാരിക്ക് അരി കൊണ്ടുപോയി കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ഇതിന് ബിരിയാണിയാക്കാൻ പറ്റൂല എന്ന് ആർക്കറിയണം? പണ്ടാരിക്കറിയില്ലെങ്കിൽ ഓനെന്ത് പണ്ടാരിയാ? ചില പണ്ടാരിക്ക് നമ്മൾ അരിച്ചക്കണ്ണനെ കൊണ്ടേ കൊടുത്താൽ പണ്ടാരി എന്താ പറയാ? അരി എടുക്കാൻ എന്നോട് പറയണം, പറയുമല്ലേ? പിന്നെ ചോറ് കാശൻ എന്നോട് പറയരുത്. ചില അരി നമ്മൾ വാങ്ങിയിട്ട് ആ കല്യാണത്തിനോ നിശ്ചയത്തിനോ തൽക്കാലത്തിനോ അരി വാങ്ങിക്കൊണ്ട് വെച്ച് പണ്ടാരിനെ വിളിച്ചാൽ പണ്ടാരി വന്നിങ്ങനെ അരി ഒന്നങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയും, ഞാൻ പറഞ്ഞ അരിനുണ്ട്, ഇതിനാണെങ്കിൽ വേറെ ആൾ നോക്കോ, എന്നെ കിട്ടില്ല. അവസാനം എനിക്ക് തല്ലിട്ടു, എനിക്കാവില്ല. അരി ഇപ്പം ചോറായോ? അരി ചോറായോ? ഇല്ല. ഇത് ചോറാക്കാൻ പറ്റൂല, ഇത് ഒട്ടിപ്പിടിച്ച് കഞ്ഞിയാവുള്ളൂ എന്ന് പറയണമെങ്കിൽ ഇവന് കറാമത്താണോ? അരിമ പണിക്കൊണ്ട് അരിഞ്ഞിട്ട് കറാമത്താണ്. ഇവൻ ദജ്ജാലിനെ പറ്റി എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഓന് വലിയ കറാമത്താണല്ലോ എന്നാ ഇനി താലി കെട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുക. എടാ, ആശാരിക്ക് മരത്തിനെ തിരിയൽ കറാമത്തല്ല, പണ്ടാരിക്ക് അരി തിരിയൽ കറാമത്തല്ല, എനിക്ക് ദജ്ജാലിനെ തിരിയൽ കറാമത്തല്ല. 10-25 കൊല്ലം ദജ്ജാലിനെ പഠിക്കുന്ന ഒരാൾക്ക് ഇനിയും ദജ്ജാലിനെ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഓനെന്ത് ദജ്ജാലിനെ പഠിക്കുന്ന ആളാ? ഞാൻ ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ ആർക്കില്ലാത്ത അഭിപ്രായം എനിക്കുണ്ടായിട്ട് ഇന്ന അല്ലാഹു തആല നരകത്തിലിടാനാണെങ്കിൽ നിനക്കെന്താടാ മുഖ്യം? ഞാനല്ലേ നരകത്തിൽ ഇജ്ജാരൻ? പിന്നെ ഞാൻ പറഞ്ഞത് കേൾക്കണം, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നു? ഞാൻ പറഞ്ഞ കേൾക്കണം എന്ന് ഒരാളോട് ഞാൻ സംഘടന ഉണ്ടാക്കൂലേ? എന്തേ ഒരു സംഘടന ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമല്ലോ? പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനം കിട്ടാത്തതുകൊണ്ട് നാടാകെ മെരുക് കൂട്ടിലൂടെ പാഞ്ഞു നടക്കുമ്പോൾ നടക്കണ എത്ര ഉമറാക്കളും നമ്മുടെ നാട്ടിലുണ്ട്. ഓനെ സംസ്ഥാന പ്രസിഡന്റും ഞാൻ ഉപദേശക സമിതി നേതാവും അതുപോലത്തെ ഒരു പണക്കാരനെ സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ പത്രങ്ങളും റഹ്മത്തുള്ള ഖാസിം പുതിയ പ്രസംഗം രൂപീകരിച്ചു. ഒരു കൊടിയും ബോർഡ് ഉണ്ടാക്കാൻ 100 ആളുണ്ട് ആവശ്യമില്ല. സംസ്ഥാന പ്രസിഡന്റ് ആക്കുമെന്ന് പറഞ്ഞാൽ ഏത് നേതാവും വരും. ഞാൻ ഉപദേശക സമിതി ചെയർമാൻ, പിന്നെ ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, അവരൊക്കെ വലിയ പൈസക്കാർ കുടുങ്ങി നടക്കുക. മെരുക് കൂട്ടിലൂടെ പോയുമ്പോഴാണ് മോരാൾമാർ നടക്കുന്നത് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി. പിന്നെന്താ ഞാൻ ഉണ്ടാക്കാത്തത്? എനിക്ക് ആളാവശ്യമല്ല. ഞാൻ അത് പറയും, നിങ്ങൾക്ക് സ്വീകരിക്കാക്ക. നിങ്ങൾ സ്വീകരിച്ചില്ല എനിക്കൊരു കുന്തും വരാൻ മുടില്ല. നിങ്ങൾ സ്വീകരിച്ച നിങ്ങളെ ഇഷ്ടം നഷ്ടം ലാഭമാണ് നിങ്ങൾ ആലോചിച്ചാൽ. നിങ്ങൾ വിചാരിച്ചത് വെച്ചാലല്ല ഞാൻ വിചാരിക്കുന്നു വെച്ചാൽ വേറെ ആളാണ്. നിങ്ങൾ വിചാരിക്കുന്ന ദാമ്പത്തുള്ളതല്ല ഞാൻ വിചാരിക്കുന്നു ദാമ്പത്തുള്ളത് വേറെയാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ വയറ് കേൾക്കട. നിങ്ങൾക്ക് എന്താ അർത്ഥം? എൻ്റെ വയറ് ആരും കേട്ടില്ല, എനിക്കെന്താ? എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചു. പിന്നെ നിങ്ങൾ കുടുങ്ങാൻ നിൽക്കണ്ട.
2020 കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് പണം വരില്ല എന്ന് ഞാൻ 100 വട്ടം 100 കണക്കിന് പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഉണ്ടോ അല്ലേ? നിങ്ങളൊക്കെ കേട്ട് അന്ന് എത്ര കളിയാക്കി ഇത് പറയാൻ പനാരാ. ഇപ്പം എന്താ വ്യവസ്ഥ? ഇപ്പം എന്തായി? അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഒക്കെ അവിടെ കറാമത്തല്ല, അത് പഠിക്കാണ്. അപ്പം അത് മനസ്സിലാവും. അത് കറാമത്തല്ല, എനിക്ക് കറാമത്തില്ല, ഞാൻ ഉലിയ പാപ്പിയല്ല. പഠിക്കുമ്പോൾ ആ വാതിൽക്ക് കൂടിയാണ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പുറത്തു പോകുക എന്ന് പറയൽ കറാമത്താണോ? ഈ റൂമിനൊരു വാതിലല്ലേ ഉള്ളൂ, കറാമത്തല്ലല്ലോ. പറ കറാമത്താണോ? അതെന്നെ. ഇങ്ങനെ പോയാൽ നരകത്തൊക്കെ പോകണം. ആയിക്കോട്ടെ, ഞാൻ നരകത്ത് പോകാൻ നിനക്കും നിൻ്റെ പാപ്പാക്കും തെത്ത് കുഴപ്പമുള്ളത്. ഞാൻ നരകത്ത് പോയാൽ നിനക്കെന്താ നഷ്ടം? ഞാൻ നരകത്ത് പോയാൽ ആയിക്കോട്ടെ, നിനക്കെന്താ നഷ്ടം? ഞാൻ എൻ്റെ റബ്ബിനായിട്ടല്ലേ, ഞാനും എൻ്റെ റബ്ബിനുള്ള പ്രശ്നമല്ലേ. നരകത്ത് പോയാലും സ്വർഗത്ത് പോയാലും നിങ്ങൾക്കെന്ത്? അത്ര വലിയ അങ്ങനെയുള്ള സ്നേഹം നിങ്ങൾ എന്നോട് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ഈ 25 കൊല്ലത്തിൽ എന്നെ ചീത്ത പറഞ്ഞ അത്ര ഒരാളിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ചീത്തയാണ്. എന്നെ കുറ്റം പറഞ്ഞ അത്ര എന്നെ പ്രശംസിച്ചിട്ടില്ല ആരും. എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു. എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ എന്നെ കുറ്റം പറയാം. ഒരു പെരിച്ചായി ഒരു വെള്ളമില്ലാത്ത കിണറ്റി ചാടിയൊരു കഥ ഉണ്ട്. ഒരു പെരിച്ചായി കിണറ്റി ചാടി. അപ്പോൾ എന്തായിന്നറിയോ? വെള്ളമില്ലാത്ത കിണറ്റിൽ പെരിച്ചായി അങ്ങോട്ട് കയറാൻ കഴിയാതെ പോയാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ അമിൻതാത്ത പറഞ്ഞു, എൻ്റെ പൂളതാണ് തുറന്നതാണ്. അപ്പോൾ മറ്റൊരു പറഞ്ഞു, മറിച്ചൊരു എല്ലാവരും പറഞ്ഞു, ഞങ്ങളെ പയർ കുഴിച്ചത് മുഴുവൻ മാന്തിയതാണ്, മറ്റേതാണ് മറിച്ച് എല്ലാവരും പറഞ്ഞു. എന്ത് കിണറ്റി ചാടിയാൽ ആർക്കും പറയാലോ. ഇവൻ തന്നെയാണ് നമ്മളെ പൂള മാന്തിയത്. മനസ്സിലായില്ല? ഇവൻ തന്നെയാണ് നമ്മളെ ചാക്കിൻ്റെ തോട്ടത്ത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നെല്ലും ബുത്തുമൊക്കെ തിന്നത്. പിരിച്ചായി കിണറ്റി ചാടിയ സ്ഥിതിക്ക് ആർക്കും പറയാലോ. ഇവൻ തന്നെ. ഞാൻ 25 കൊല്ലം കിണറ്റി ചാടിയ പിരിച്ചയാണ്. നിങ്ങൾക്ക് എന്താ നഷ്ടം? ഇനി എല്ലാവരും ചീത്ത പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞു ചീത്ത തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്താ നഷ്ടം? ഇന്ന ചീത്ത പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് കരഞ്ഞുകൊണ്ട് ആളുകൾ വരാറുണ്ട്. ഇപ്പം വരാറില്ല. ഇടക്കാലത്ത് കുറേ ആളുകൾ, ഉസ്താദേ നിങ്ങളെ ചീത്ത പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം. അത് ചീത്തൻ്റെ പരിപാടിയാണ്. മനസ്സിലായില്ല? അപ്പോൾ കരിയ ഉസ്താദേ ഞങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളത് പറയണത്, നിങ്ങൾ ഈ പ്രസംഗം നിർത്തണം, നിങ്ങളെ ചീത്ത പറയണേ ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. അപ്പം ഞാൻ ഇവൻ്റെ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രസംഗം നിർത്തിയാൽ ഞാൻ അള്ളാൻ്റെ കുറ്റക്കാരനാവില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ചീത്ത പറഞ്ഞ എനിക്ക് പ്രശ്നമില്ല, പിന്നെ എനിക്കെൻ്റെ പ്രശ്നം. പിന്നെ എൻ്റെ ആളാവുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് സഹിക്കാൻ കഴിയില്ലെങ്കിൽ ചിൻ്റെ ആളാണ്ട, ചിൻ്റെ ക്ലാസ്സിൽ ഇനി വരും വേണ്ട. അങ്ങനെ ക്ലാസ്സിന് പിരിഞ്ഞു പോയ ആളുകളുണ്ട്. എൻ്റെ കോഴിക്കോട് സമ്മേളനത്തിന് ഞാൻ പുസ്തക പ്രഭാഷണം നടത്തിയപ്പോൾ ഒരു സ്വാഗതത്തിന് ഒരാളെ വിളിക്കാൻ എൻ്റെ ആളുകൾ എനിക്ക് വിശ്വാസമില്ല. ഒരാളെ സ്വാഗതത്തിന് വിളിക്കാമല്ലോ, എനിക്ക് വിശ്വാസമല്ല. എൻ്റെ ഒപ്പം നടക്കുന്നിടത്ത് എനിക്ക് വിശ്വാസമല്ല അവർക്ക് സ്വാഗതം പറയാൻ വയ്യ. സ്വാഗതം പറയാൻ പറ്റിയ ആളെ എനിക്ക് വിശ്വാസമല്ല. 10-20-25 കൊല്ലം എൻ്റെ ക്ലാസ് കേട്ട ആളെ ഇതൊന്നും സ്വാഗതം പറയുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, ഞാനോ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഓനെ എനിക്ക് വിശ്വാസമല്ല? ഒൻ്റെ ആളല്ല, നിനക്കറിയാം. എന്നാൽ ഞാനിത് അവരോട് പറയില്ല. അവർക്ക് മനസ്സിലാവും ഉസ്താദ് നമ്മൾ വിശ്വാസമല്ല, ഉറപ്പാണ്. അവർക്ക് മനസ്സിലാവും. എന്നാൽ അവർക്ക് സ്വാഗതം പറയാൻ കഴിയും എന്നോട് ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ. എന്തുകൊണ്ട്? ഓന് പറ്റൂല, ഓലെ രീതി ശരിയില്ല, ഓനെനിക്ക് ആവശ്യമല്ല. പിന്നെ പരസ്പരം ചില ഉപകാരങ്ങളൊക്കെ അങ്ങോട്ട് കൂടി ചെയ്തിട്ടുണ്ടെ അതിനല്ല കൂടി അത് തരികയാണെങ്കിൽ മൈക്കോളി. എൻ്റെ മാർഗത്തിലല്ല, എൻ്റെ മാർഗം ജനങ്ങളെ മുഴുവൻ ചീത്ത കേൾക്കുന്ന മാർഗമാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, എനിക്കത് വിഷയമല്ല. ആദ്യ കാലത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ചീത്ത കേൾക്കുക തുടക്കിയ കാലത്ത്. ഇപ്പം ഇതെന്തായിരുന്നു, തോല് പോയി, തോലൊക്കെ കട്ടികൂടി. അപ്പോൾ പിന്നെ ഇനി എന്തില്ല, പ്രശ്നമില്ല. എൻ്റെ മുന്നിലൂടെ, എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ഒരു 15 കൊല്ലം മുമ്പ് DYFIയോ മറ്റോ ഒരു മുദ്രാവാക്യം വിളിച്ചത് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗവും നാണിക്കൂ. അതെന്തോ ഒരു വിഷയത്തിന് DYFIയോ മറ്റോ മുദ്രാവാക്യം വിളിച്ചു പോയതാ. അയ്യോ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗവും നാണിക്കൂ. ചില തൊലിക്കട്ടി ഉണ്ടായാൽ പിന്നെ എന്തും കേൾക്കാം. എനിക്ക് തൊലിക്കട്ടിയായിപ്പോയി, എന്തും കേൾക്കാം. മധുരവും സഭ നിങ്ങൾ എന്നെ പ്രശംസിച്ചാലും എൻ്റെ ഉള്ളിൽ കയറൂല, നിങ്ങൾ എന്നെ വിമർശിച്ചാലും എൻ്റെ ഉള്ളിൽ കയറാൻ ആദ്യം തൊലിക്കട്ടി. എന്താ പ്രശ്നം? നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ബേജാറുണ്ടെങ്കിൽ നിങ്ങളെ കാര്യത്തിൽ ബേജാറാക്കില്ലേ? നിങ്ങൾ കൊതിക്കുന്ന സംഘടനകളിലും നേതാക്കളിലും പോയി അഭയം തേടിക്കോളി. എനിക്ക് നിങ്ങൾ ആവശ്യമില്ല, എന്താ പ്രശ്നം? അപ്പൊ കുത്തിത്തെരിപ്പ്
നടത്തിയാൽ അള്ളാഹിന്റെ കോടതിയെ കൊടുങ്ങും. ഞാനീ പറഞ്ഞ സത്യമാണ്. ഞാൻ മക്കത്തും മദീനത്തും എൻ്റെ അടുത്തേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മക്കയും മദീന ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് തെളിവുണ്ട്. എനിക്ക് മക്കത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് മക്ക എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി വരും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് മക്കത്തോൻ പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്ത? ഹക്ക് പറഞ്ഞുകൊണ്ടാണ്. എന്നെ കിട്ടി അവർ കൊല്ലും. എന്നാ പിന്നെ ഞങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടോ? ടെംപ്റ്റേഷൻ മൗണ്ട് എന്നൊരു ഒരു എന്താ പറയുക, ടെംപ്റ്റേഷൻ മൗണ്ട് എന്നൊരു മലയുണ്ട് ഫലസ്തീനിൽ. കേട്ടിട്ടുണ്ടോ? ടെംപ്റ്റേഷൻ മൗണ്ട് എന്നൊരു മലയുണ്ട്. ആ മല ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ മലയിൽ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുമ്പോൾ പിശാച് വന്നു. പിശാച് പറഞ്ഞു, നിങ്ങളൊരു ദൈവത്തിൻ്റെ പ്രവാചകനല്ലേ? അതെ. ഞങ്ങൾ ഈ മലയിൽ നിന്ന് താഴത്തേക്ക് ചാടി. അപ്പോൾ പറഞ്ഞു, ഞാൻ ചാടൂല. അതായത് പിശാച് ചാടാൻ വേണ്ടി പറഞ്ഞാൽ പിശാചിന് 2 ലക്ഷ്യമുണ്ട്. എന്ത്? ചാടിയാൽ ജീവൻ പോകും, ചാടിയിട്ടില്ലെങ്കിൽ ഇവൻ വലിയ ഭീരുവാണ് പറഞ്ഞ് പേടിപ്പിക്കാം. ജനങ്ങളെ അടുത്ത് വന്നാലും ജനങ്ങൾ പിന്തിരിഞ്ഞു പോകും. മനസ്സിലായില്ല? ഈസാ നബി മലയിൽ നിന്ന് ചാടിയാൽ പിശാചിൻ്റെ കാര്യം നടക്കും, മരിച്ചു പോകും. ചാടിയിട്ടില്ലെങ്കിലോ ഇതെന്ത് പേടിത്തോടനെ പിന്തുടർന്ന് ജനങ്ങൾ നടക്കണം ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ പിന്തിരിഞ്ഞു പോകും. അപ്പോൾ രണ്ടാണെങ്കിലും ആ മലയിൽ നിന്നൊന്ന് ചാടാൻ പറഞ്ഞ് ചാടാത്ത ഇയാണോ നബി പറഞ്ഞാൽ അവിടെ എനിക്ക് പിശാചിനെ നേടാം. പക്ഷെ ഈസാ നബി പറഞ്ഞു, ഞാൻ പടച്ചോൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആളാണ്, അതിനാണ് നബി എന്നറിയാം. എന്നോട് പടച്ചൻ ചാടാൻ പറഞ്ഞിട്ടില്ല. ചാടാൻ പറഞ്ഞാൽ ചാടും, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടി വിട്ടോ. ഭയങ്കരാണ് ആ മല. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. വലിയ പാടുണ്ട്. എന്നോട് അല്ലാഹു തആല മലയിൽ നിന്ന് ചാടാൻ ഞാൻ റജ്ജ് ഭരണി ചെയ്യുന്ന ആളല്ല, അല്ലാഹ് ഭരണി ചെയ്യുന്ന ആളാണ്. എന്നോട് ചാടാൻ അല്ലാഹ് പറഞ്ഞാൽ ഞാൻ ചാടും. അപ്പം എൻ്റെ റബ്ബ് തീരുമാനം ഉണ്ടാക്കും. ഒന്നിൽ എന്നെ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ മരിപ്പിച്ച് ഷഹീദാക്കും. എൻ്റെ റബ്ബ് തീരുമാനിക്കും. പറഞ്ഞാൽ ഞാൻ ചാടും. ജീവൻ ചാടൂല, ഓൻ പറഞ്ഞ ചാടും. ഓ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വണ്ടി വിട്ടോ. അപ്പോൾ ഇബ്ലിനായി തിരിച്ചുപോയി. ആര്? ഇബ്ലീസ്. നമ്മളെന്താ അവസ്ഥ? മക്കത്തൊക്കെ ഇരുന്ന് പറയണതിൻ്റെ പിന്നിൽ പറയാം 2 കാര്യമുണ്ട്. ഒന്ന്, മൂപ്പർ ഇത്ര വലിയ ആളായിട്ട് മൂപ്പർ ഒരു ഉമ്രക്ക് വരുമോ എന്ന് പറയാം. വന്നിട്ട് എന്നെ കൂട്ടിലാക്കാം. മനസ്സിലായോ? എനിക്കറിയാം. എനിക്ക് കുറച്ചും കൂടി പറയാണ്ട് പിന്നെ ഞാൻ വരാം. പിന്നെ എന്നെ തൂക്കിക്കൊന്നാൻ എനിക്ക് വിഷയമല്ല. പറയാണ്ട് പറഞ്ഞിട്ട് തൂക്കിക്കൊല്ലണം. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് നീ പറയാനുള്ളത്? അള്ളാഹുവിൻ്റെ ഹബീബിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഞാൻ മറുപടി അറിയും ഇൻഷാ അല്ലാഹ്. എൻ്റെ റബ്ബ് എനിക്ക് 4 ആയുസ്സ് തന്നാൽ അതിൻ്റെ ലക്ഷ്യം റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്താം. അപ്പം റസൂലുള്ളാഹിൻ്റെ ഹളറത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ കുട്ടിയെന്ന് റസൂലുള്ളാഹി സ്വീകരിച്ചാൽ അതിനൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. ഈ ആയുസ്സൊക്കെ അനുഭവിച്ചില്ല, ഇനി വന്ന് നന്നാകലോ. ഈ ആയുസ്സൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു, നമുക്ക് നന്നായി കൂടെ? എൻ്റെ റസൂലുള്ളാഹി സ്വീകരിക്കുന്ന റസൂലുള്ളാഹിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഞാൻ മറുപടി അറിയും ഇൻഷാ അല്ലാഹ്. എൻ്റെ റബ്ബിനെ സഹായിച്ചാൽ അതിൻ്റെ ലക്ഷ്യമാണ്. യഥാർത്ഥ ശത്രു ആരാന്ന് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. നമ്മൾ വെറുതെ BJP കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല. നമ്മുടെ ശത്രുതൊന്നുമല്ല. നമ്മുടെ ശത്രു നിരീശ്വരവാദിയാണ്. നമ്മളെ ശത്രു BJP അല്ല. ആണോ? അല്ല. BJP ദൈവവിശ്വാസിയല്ലേ? അവനെ നമ്മൾ തമ്മിൽ പറഞ്ഞാൽ തീരുമല്ലോ. നമ്മളും മറ്റൊരു പറഞ്ഞാൽ തീരാത്ത ധാര. ഓൻ ദൈവമല്ല, നമ്മൾ ദൈവമുണ്ട്. ഹിന്ദു പറയുന്നത് 1-ൽ കൂടുതൽ ദൈവമുണ്ട്. നമ്മൾ പറയുന്നത് ഒരു ദൈവമാണ്. ദൈവമില്ലാതെ ലോകം ഉണ്ടാവില്ല. ആര് പറഞ്ഞു? ഹിന്ദു പറഞ്ഞു. ദൈവമില്ലാതെ ലോകം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടുകൊണ്ടും യോജിച്ച വിഷയങ്ങളുണ്ട്. ഉണ്ടോ അല്ലേ? പറയടോ, ഉണ്ടോ അല്ലേ? ദൈവം തന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. ധാരുടെ വിശ്വാസ, ഹിന്ദുവിൻ്റെ വിശ്വാസ, അതേ വിശ്വാസമാണ് ആർക്കും, മുസ്ലിങ്ങൾക്കും. സനാതന ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ലോകത്താപത്തുണ്ടാവും. ധാരവിശ്വാസ ഹിന്ദുവിൻ്റെ വിശ്വാസമാണ്. സനാതനം നിങ്ങൾ കൂട്ടിക്കൊള്ളി. ധർമ്മം അനുസരിച്ച് ജീവിക്കണം, എന്നാലും ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ കഴിയുമെന്നാണ് ആരുടെ വിശ്വാസം? ഹിന്ദുവിൻ്റെ വിശ്വാസവും മുസ്ലിങ്ങളുടെ വിശ്വാസവും. അപ്പം നമ്മൾ യോജിക്കുന്ന എത്ര വിഷയങ്ങളുണ്ട്. എന്താ നിരീശ്വരവാദ വിശ്വാസം? അങ്ങനത്തെ ഒരു ധർമ്മം ഇല്ല. ആണിനെ കെട്ടണമെങ്കിൽ ആണിനെ കെട്ടാം. ആണിനെ കെട്ടാൻ ഹിന്ദു അംഗീകരിക്കില്ല, അടിച്ച് പല്ല് പോയിക്കും. മനസ്സിലായില്ല? ആണിനെ കെട്ടാൻ ആണിനെ കെട്ടാൻ ആരും സമ്മതിക്കൂല. പറയടോ, ആണിനെ കല്യാണം കഴിക്കാൻ ആരും സമ്മതിക്കൂല. ഹിന്ദു സമ്മതിക്കൂല, ക്രിസ്ത്യാനി സമ്മതിക്കൂല. അപ്പൊ അവര് നമ്മൾ ഒന്നല്ലേ? നമ്മൾ യോജിക്കാൻ കഴിയുന്നതിനോട് പരമാവധി യോജിക്കാവുന്ന വിഷയത്തിൽ യോജിച്ചൂടെ? ആണിനെ കെട്ടാം, പെണ്ണിനും കെട്ടാം. ഇതാണ് ആര് വിശ്വാസം? നിരീശ്വര വിശ്വാസം. അപ്പൊ അവനല്ലേ ശത്രു? ആണോ? അല്ലേ?
നിങ്ങളൊരു ഹിന്ദുവിൻ്റെ മുന്നിൽ ആണിനെ കല്യാണം കഴിക്കുന്ന പണിയെടുക്കണം, അടിച്ചിട്ട് പലരും എടുക്കും. കാരണം അതവരെ ധർമ്മത്തിനെതിരാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മുന്നിൽ ആണിനെ കല്യാണം കഴിക്കാൻ നിങ്ങൾ പറഞ്ഞു നോക്കി, അടിച്ചിട്ട് പലരും എടുക്കും. എന്തുകൊണ്ട്? അവർക്ക് എന്തുണ്ട് പറയടോ? അവർക്ക് എന്തുണ്ട്? ഒരു ധർമ്മമുണ്ട്. ആണിനെ കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ല, ബൈബിളിലുണ്ട്. അപ്പം നമ്മളെ സഹോദരങ്ങളെ അവരൊക്കെ പിന്നെ അഭിപ്രായക്കേടുകളുണ്ട്. ചില അഭിപ്രായക്കേടുകൾ തീർത്താൽ തീരൂല, ആയിക്കോട്ടെ, എന്നാലും യോജിക്കാവുന്നിടത്ത് യോജിക്കാതെ. ദൈവമുണ്ട്, ദൈവമില്ല. അപ്പൊ ദൈവമുണ്ട് എന്നുള്ള പക്ഷത്താണ് നമ്മളും ആരും. ദൈവമുണ്ട് എന്ന പക്ഷത്താണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂഡനും ഒക്കെ. നമുക്ക് ഒന്നിച്ചൂടെ? ആർക്കെതിരെ? ദൈവമില്ല എന്ന് പറയുന്നത്. പ്രവാചകന്മാർ ഉണ്ട്, മഹൽ പുരുഷന്മാർ ഉണ്ട്. ഇതാണ് ആരുടെ വിശ്വാസം? ഹിന്ദുവിന് വിശ്വാസം. ആരുടെയും അങ്ങനത്തെ മഹൽ പുരുഷന്മാർ ഇല്ല. ഇതാണ് ആരുടെ വിശ്വാസം? അവനെതിരെ നമുക്ക് ഒന്നിച്ചൂടെ? ഇവരെ കൂട്ടിയിട്ട് എന്തെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാത്തത്? അപ്പൊ ഇതിനിടയിൽ ആരവിടെ വളരുന്നത്? നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പിണങ്ങിയാൽ ഇവിടെ വളരുന്ന ആരാ? നിരീശ്വരവാദി. അവനെ അടുപ്പിക്കാൻ പറ്റുമോ? എന്താ യോജിച്ചാൽ? യോജിക്കാവുന്ന വിഷയത്തിൽ എന്താണ് ഇതൊക്കെ ചിന്തിക്കാത്തത്? ഒരു ഇഫ്താർ മീറ്റ് ഹിന്ദു സംഘടിപ്പിച്ചതിന് പോകാം. എന്തുകൊണ്ട്? അവൻ ഇസ്ലാമിൻ്റെ ഒരു ആശയത്തെ അംഗീകരിക്കുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ദൈവ കൂട്ടരാണ് അവർ. എന്തേ അങ്ങനെ തന്നെയല്ലേ? അനാവശ്യമായി അവരുടെ മതകാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടപ്പോഴല്ലാതെ നമ്മുടെ മതകാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. മുസ്ലിങ്ങളാണ് കുറ്റക്കാർ. നിങ്ങളിന്നെ പ്രശ്നം ഉണ്ടായിക്കോളൂ, നിങ്ങളാരും വിലക്കണം ആണോ? അല്ലേ? ഞാൻ എൻ്റെ വീട്ടിൽ പെരുന്നാളിന് ഭക്ഷണം ഉണ്ടാക്കിയാൽ ഞാൻ മുസ്ലിം വീട്ടിൽ കൊടുക്കൂല. എന്തുകൊണ്ട്? അന്ന് എല്ലാ മുസ്ലിം വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ എൻ്റെ പരിസരത്ത് ഒരുപാട് ഹിന്ദു വീടുകളുണ്ട്. അപ്പോൾ ഒരാളെ നിർത്തിയിട്ട് ബിരിയാണി ഉണ്ടാക്കും, പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. അവർക്ക് ബീഫ് കഴിക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ബീഫ് കഴിക്കുന്നവരുണ്ടെങ്കിലും ഭൂരിപക്ഷം ബീഫ് കഴിക്കാത്തവരാണ്. അപ്പോൾ ഞാൻ എല്ലാ പെരുന്നാൾക്കും, ഈ പെരുന്നാളടക്കം, എൻ്റെ പരിസരത്തുള്ള ഒരു കുക്കിനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ഹിന്ദു വീട്ടിൽ കൊടുത്തേക്കും. കാരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാണ്. പെരുന്നാളായിട്ട് ഉസ്താൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലോ. അവർ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കും. ഉസ്താൻ എന്തെങ്കിലും കൊടുക്കണം, പായസമായിട്ടും അടപ്രഥമനായിട്ടും ഇങ്ങനെ പല സാധനം ഉണ്ടാക്കി അവർ എൻ്റെ അടുത്ത് കൊണ്ടുതേക്കും. ഞാനെൻ്റെ കുട്ടികൾ കഴിക്കും. കാരണം അവർ നമ്മളൊക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ആണ്ടർതി ഉണ്ടല്ലോ. എൻ്റെ നിരീശ്വരവാദിക്ക് എന്താ ആണ്ടർതിയ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ പ്രശ്നമാണത്. അതിന് പിന്നിൽ വോട്ടാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ്? രണ്ടു കൂട്ടർക്ക് വോട്ട്. മനസ്സിലായില്ല? ഹിന്ദു വർഗീയവാദികൾ നമുക്ക് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വോട്ടിന് വേണ്ടി. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അത് പൊളിറ്റിക്കൽ വിഷയമാണത്. അത് നമ്മൾ കണക്കാക്കണ്ട. അത് രാഷ്ട്രീയക്കാർ പലതും പറയും, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. മനസ്സിലായി? ഇന്നലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കാത്തവർ ആരാണെന്ന് മിനിഞ്ഞാന്നറിഞ്ഞു. +2 പഠിക്കാത്തവർ ആരാണെന്ന് ഇന്നലെ അറിഞ്ഞു. ഒരിക്കലും പഠിക്കാത്തവർ ആരാണെന്ന് ജൂൺ 4 അറിയും. മനസ്സിലായില്ല? നല്ല വാക്ക. SSLCയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കാത്തവർ ആരാണെന്ന് മിനിഞ്ഞാന്നറിഞ്ഞു. +2 പഠിക്കാത്തവർ ആരാണെന്ന് ഇന്നലെയും അറിഞ്ഞു. ഒരിക്കലും പഠിക്കാത്തവർ ആരാണെന്ന് ജൂൺ 4 അറിയും. അത് പൊളിറ്റിക്സാണ്. അതിന് പിന്നാലെ നമ്മൾ ഓടണ്ട. അവർക്ക് മനസ്സിലായൊക്കെ വോട്ടാണ് ആവശ്യം, അല്ലാതെ ഒന്നുമില്ല. ഒന്നുമില്ല. വോട്ട് മാത്രമാണ്. അതിനൊന്നും ഒരു വിഷയമല്ല. AP അബൂബക്കർ മുസ്ലിയാർ സ്വർഗത്തിൽ കിടക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞാൽ അട്ടിയക്കർ ഇവിടെ ഉണ്ട്. എനിക്കറിയാം ഒരു പേര്, നിങ്ങൾക്കും അറിയാം. ആ പ്രസം കേരളം കേട്ടതാണ്. ഇന്ന് കേരളം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ AP അബൂബക്കർ മുസ്ലിയാരാണെന്ന് അതേ ആളുകളാണ് പറയുന്നത്. എന്തുകൊണ്ട്? രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റണ്ടായി. അത് പൊളിറ്റിക്സാണ്, പുറത്തു പറയണ്ട. നമുക്കിതൊന്നുമില്ല. അതൊക്കെ അത് അവരുടെ രീതിയാണ്. അവർ പരമാവധി വോട്ട് ഉണ്ടാക്കട്ടെ, എന്നിട്ട് അവരെത്തേണ്ടടുത്ത് അവരെത്തട്ടെ. അവരൊന്നും നമുക്ക് പ്രശ്നമില്ല.
അതവരെ വിഷയമാണ്, അതിന് നമ്മളെ വിഷയമല്ല. ഹിന്ദുക്കൾ മുസ്ലിമുകൾ പിണങ്ങാൻ പാടില്ല. ഹിന്ദുക്കൾ മുസ്ലിമുകൾ പിണങ്ങാൻ മുതലെടുക്കുന്ന ആരാ? നിരീശ്വരവാദി. ഹിന്ദുവിന് ദൈവമുണ്ടല്ലോ, മുസ്ലിമിനും ദൈവമുണ്ട്, ഹിന്ദുവിനും ദൈവമുണ്ട്, ക്രിസ്ത്യാനിക്ക് ദൈവമുണ്ട്. ഇല്ലേ? ഉണ്ടോ? അല്ലേ? ഉണ്ട്. അതേ സമയത്ത് നിരീശ്വരവാദിക്ക് ദൈവമല്ല. കമ്മ്യൂണിസ്റ്റിന്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഓൻ എന്തില്ല? ദൈവമില്ലല്ലോ. BJPക്കോ ദൈവമുണ്ട്, ഒരു വേദമുണ്ട്. വേദം നോക്കിയില്ലെങ്കിൽ ഹിന്ദുവിനോട് തോന്നിയാസം ചെയ്യുമ്പോൾ പറയാം ഞങ്ങൾ വർഗീയത പ്രചരിപ്പിക്കും എന്ന് BJP നേതാവ് പ്രസംഗിച്ചു എന്നാണ് ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞത്. ആയിക്കോട്ടെ, നമുക്ക് പറയാലോ. നിങ്ങളുടെ വേദഗ്രന്ഥമല്ലേ എന്ത്? ഗീത. നിങ്ങളുടെ വേദഗ്രന്ഥമല്ലേ രാമായണം, മഹാഭാരതം. ഇത്തരം വർഗീയത പറയാൻ പാടില്ല എന്ന് അതിലില്ല. അയാളോട് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി കൊടുത്താൽ അയാൾ തന്നെ തിരുത്തും. എന്ത് ശരിയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിരീശ്വരവാദിക്ക് പറഞ്ഞു കൊടുക്കുക? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്ത് അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുക? എന്ത് വർഗീയത പറയാൻ പാടില്ല? എന്ത് ധർമ്മമാണ് അവർക്കുള്ളത്? ഒരു നിരീശ്വരവാദിയോട് പറയാൻ പറ്റും? കുട്ടി, ഒരു ഹിന്ദു വർഗീയത പറയുകയാണെങ്കിൽ വർഗീയത പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. മുസ്ലിങ്ങൾ ഭീകരവാദം പറയുന്നതും തെറ്റാണ്, ഹിന്ദുക്കൾ വർഗീയവാദം തെറ്റാണ്. ഈ രണ്ടു കൂട്ടർക്കും എന്തുണ്ട്? വേദഗ്രന്ഥമുണ്ട്. ആ വേദഗ്രന്ഥത്തെ കാണിച്ചു കൊടുത്തിട്ട് പറയാലോ, നിങ്ങളൊരു ഹിന്ദു അല്ലേ, ഇത് നിങ്ങൾ വേദഗ്രന്ഥല്ലേ, ഇത് മഹാഭാരതല്ലേ, ഇത് രാമായണല്ലേ, നിങ്ങളെ വിശ്വാസപ്രകാരം ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കുന്ന ആളല്ലേ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ ചെയ്യാൻ പാടില്ല? വാൽമീകി മഹർഷി പറഞ്ഞിട്ടില്ലേ ചെയ്യാൻ പാടില്ല? വേട്ടക്കാരൻ്റെ മുന്നിലുള്ള ഒരു സാധുവായ പരുന്തിന് വേണ്ടി സ്വന്തം തടീന് മാംസം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ നേതാക്കന്മാർ? നിങ്ങൾ ഇങ്ങനത്തെ വർഗീയത പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു വട്ടം രണ്ടു വട്ടം പറഞ്ഞാൽ ശരിയാണ്, ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഒരു ഹിന്ദു പറയും. ഭീകരവാദിയായ മുസ്ലിമിന് ഖുർആനുണ്ടല്ലോ, ഇത് തെറ്റല്ലേ എന്ന് ശരിക്കും അവനോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്മാറുമല്ലോ. കാരണം ഇവർക്ക് എന്തുണ്ട്? വേദഗ്രന്ഥമുണ്ട്. നിരീശ്വരവാദിയോട് നിങ്ങൾ എന്താ പറയാ? രാഹുൽ ഈശ്വർ ഹിന്ദുവാണ്, റഹ്മത്തുള്ളാഹി ഖാസിമി മുസ്ലിമാണ്. ചില ഭൂരിപക്ഷ വിഷയങ്ങളിലും അഭിപ്രായക്കേടുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. ദൈവമില്ലാതെ ലോകം ഉണ്ടാവില്ല, ധർമ്മമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഞങ്ങളൊക്കെ യോജിപ്പാണ്. അപ്പം എനിക്ക് അയാളോട് കൂടിയിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പക്ഷെ നിരീശ്വരവാദിയുമായി കൂടിയിരിക്കാൻ എന്ത് സ്ഥലമുള്ളത്? അപ്പൊ ഈ ഇന്നത്തെ പൊളിറ്റിക്കൽ സ്റ്റണ്ടുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങൾ വളർത്തരുത്. പൊളിറ്റിക്കൽ സ്റ്റണ്ടിന് പിന്നിൽ വോട്ട് മാത്രമാണ്. മുസ്ലിമുകളും ഹിന്ദുക്കളും തമ്മിൽ തെറ്റിയാൽ മുതലെടുപ്പ് നിരീശ്വരവാദത്തിനാണ്. 100% സത്യമാണ് ഈ പറഞ്ഞത്, 100% സത്യം. അലി സഹോദരന്മാരെ വീട്ടിൽ റമദാനിൽ ചെന്നു. റമദാനിൽ ചെന്നു. അലി സഹോദരന്മാരെ വീട്ടിൽ റമദാനിൽ ചെന്നു. മഹാനായ ഗാന്ധിജി. റമദാനിൻ്റെ പകലാണ്, മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ 27 നോമ്പ് 27 ഗാന്ധിജി ചെന്നു. നോമ്പ് 27 അലി സഹോദരന്മാരെ വീട്ടിൽ. അപ്പോൾ ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ അലി സഹോദരന്മാരെ ഉമ്മ പറഞ്ഞു, എന്ത് ഗാന്ധിജി ക്ഷമിക്കണം, ഇവിടെ ഭക്ഷണമില്ല, നോമ്പാണ്. അപ്പോൾ ഗാന്ധിജിക്ക് ഇഷ്ടമാണ്, വേണ്ട, ഒന്നും വേണ്ട. മനസ്സിലായി പറഞ്ഞത്? ഇന്നലെ ഞങ്ങൾക്കൊരു പുണ്യപ്പെട്ട രാത്രിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ ഉറങ്ങിയില്ല. ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ വസ്ത്രം ഉണ്ടാക്കി, കോട്ടൻ്റെ വസ്ത്രം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരെ വസ്ത്രം വേണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി അലി സഹോദരന്മാരും ഉമ്മയോട് ചോദിച്ചു, എന്തായിരുന്നു പ്രധാനപ്പെട്ട രാത്രി എന്ന് പറയാൻ? ഇന്നലെ ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറാണ്. അതുകൊണ്ട് ഗാന്ധിജി പ്രഖ്യാപിച്ചു, എന്ത്, ഇനി മുതൽ കോൺഗ്രസ്സുകാർ സ്വയം ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് മുഴുവനും ഖദർ എന്ന് പേരിടണം. അങ്ങനെയാണ് ഖദർ വസ്ത്രം ഉണ്ടായത്. വരുന്നത് എന്താ പറഞ്ഞ്? ലൈലത്തുൽ ഖദറിനെ ബഹുമാനിച്ച് ഗാന്ധിജി ഇട്ട പേരാണ് എന്ത്? ഖദർ വസ്ത്രം. ലൈലത്തുൽ ഖദർ എന്നതിൽ നിന്നാണ് ഖദർ ഉണ്ടായത്. ആ ബഹുമാനം എത്രയാണ്? ആ മനുഷ്യൻ നമ്മൾ ഹിന്ദു ആയതുകൊണ്ട് നമ്മൾ ശത്രുവാകും. നിങ്ങൾ ഗാന്ധിജിയെ ഒരാൾ കുറ്റം പറയും, എൻ്റെ മുന്നിൽ ഒരാൾ ഗാന്ധിജിയെ കുറ്റം പറഞ്ഞാൽ നമ്മൾക്കൂല. കാരണം അയാൾ ആ മനുഷ്യൻ ഒറിജിനൽ ഹിന്ദുവാണ്. ഒറിജിനൽ ഹിന്ദുവിനെ കൊണ്ട് മുസ്ലിമിന് ഒരു പ്രശ്നവും ഇല്ല. പകലിൽ വന്നപ്പോൾ വിഷമം പറഞ്ഞു അലി സഹോദരന്മാരെ ഉമ്മ, ഇവിടെ ഭക്ഷണമില്ല, ഞങ്ങൾ ഇന്നലെ വരെ രാത്രി ഉറങ്ങിയിട്ടുമില്ല, ഞങ്ങൾക്ക് ഖദറിൻ്റെ രാത്രിയാണ്, നൂൽപ്പ് നടത്തി വസ്ത്രം ഉണ്ടാക്കിയിരുന്നു ഉറങ്ങാതിരിക്കാൻ വേണ്ടി.
ഓഹോ, അതുകൊണ്ട് ഇന്നു മുതൽ കോൺഗ്രസ്സുകാർ വീടുകളിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ബ്രിട്ടീഷുകാരല്ലാത്ത വസ്ത്രം, നമ്മുടെ വസ്ത്രത്തിന് എന്താ പേര്? ഖദർ വസ്ത്രം. പിന്നെ അന്ന് മുതൽ ഈ അടുത്ത കാലം വരെ നാശാണ് വരെ കോൺഗ്രസ്സുകാരിട്ടിരുന്നത് ഖദർ വസ്ത്രം. അത് ലൈലത്തുൽ ഖദറിൻ്റെ ഓർമ്മയാണ്. എന്താ പാഠം? ഇതൊരു നിരീശ്വരവാദികൾ പറഞ്ഞാൽ പുച്ഛിക്കൂലേ? ഖദറോ? എന്ത് ഖദർ? ഇത് ലൈലത്തുൽ ഖദർ. അതൊക്കെ കളവല്ലേ? ഗാന്ധിജി ബഹുമാനിച്ചു, കാരണം ഗാന്ധിജി ദൈവവിശ്വാസിയാണ്. ഖുർആനാണെങ്കിലും ഗീതയാണെങ്കിലും അതിന് പ്രത്യക്ഷത്തിൽ കാണുന്ന അർത്ഥം പറയരുതെന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉറക്കെ പറഞ്ഞ ആൾ ഗാന്ധിജിയാണ്. കേവലം പദാർത്ഥങ്ങൾ അർത്ഥം വെച്ചാൽ ഒരു ജനത നശിച്ചു. അതുകൊണ്ട് ഖുർആനിൽ കാണുന്നതിനോ ഗീതയിൽ കാണുന്നതിനോ പ്രത്യക്ഷ അർത്ഥങ്ങൾ പറയരുത്. അത് ശത്രുത ഉണ്ടാക്കും. അതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ മീനിങ് വേറെയാണ്. ആത്മീയമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം തേടി പോകണം. ഇതാണ് ആരെ വീക്ഷണം? ഗാന്ധിജി വീക്ഷണം. കണ്ടിനെ കണ്ട മേന വെച്ചാൽ മതി എന്നാണ് വഹാബി വീക്ഷണം. അപ്പോൾ വഹാബിയേക്കാൾ എത്ര നല്ല വെച്ചാണ് ഗാന്ധിജി? മനസ്സിലായില്ല. ഖുർആനിൽ കണ്ടതിന് കണ്ട മാന വെച്ചാൽ മതി എന്നാണ് വഹാബി വീക്ഷണം. ആ മാന വെച്ചാൽ പോരാന്നാണ് ആരെ വീക്ഷണം? ഗാന്ധിജിയുടെ വീക്ഷണം. വേദഗ്രന്ഥങ്ങൾക്കൊന്നും മുകളിൽ കാണുന്ന അർത്ഥം വെച്ചാൽ പാടില്ല. അതുകൊണ്ട് ജനം പേച്ചു പോവും. ഇവരൊക്കെ എത്ര വലിയ ആളുകളാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ റബ്ബ് തീരുമാനിക്കും. ഗാന്ധി നരകത്തിലാകാൻ ആണെന്ന് പറയാൻ ഇശാര, ഇശി സ്വർഗത്തിൽ ആണെന്ന് പറയാൻ ഇശാര. ഗാന്ധിജി നരകത്തിലാണെന്നോ ഇശി സ്വർഗത്തിൽ പറയാണെന്നോ ഇശാരാണ്. കോടിക്കണക്കായ ജനങ്ങൾക്ക് നന്മ എന്ത് തിന്മ എന്ത് എന്ന് അടുത്ത കാലത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് പഠിപ്പിച്ച ഏറ്റവും വലിയ ആളാരാണ്? അത് ഗാന്ധിജിയാണ്. 100%. ആ മനുഷ്യൻ്റെ സ്വർഗം നരകം റബ്ബല്ലേ തീരുമാനിക്കുക. നിങ്ങളാരത് പറയാൻ? നമ്മൾ പുറത്തൊരു നാട്ടിൽ പോയാൽ നമുക്ക് അഭിമാനം. നമ്മൾ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗാന്ധിജിയുടെ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടിൻ്റെ അഭിമാനം. ഞാൻ ഒരു മിസ്രിൽ ഒരിക്കൽ ഒരു ജമാഅത്തിൽ പങ്കെടുത്തു. അപ്പോൾ ജമാഅത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം എന്നെ കണ്ടിട്ടായിരിക്കാം ആ ജമാഅത്തിൽ ഇമാമത്ത് നിൽക്കുന്ന മൗലവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നും ചെയ്തു. കുറച്ച് നേരം ഇരുന്നു. എനിക്ക് കുറച്ച് നേരം കൂടി നേരമുണ്ട്. അപ്പോൾ എന്തോ ഒരു ദിക്റും ചൊല്ലി അവിടെ ഇരുന്നപ്പോൾ ഈ ആളിൻ്റെ അടുത്ത് ഓടി വന്നു. മീന നിങ്ങൾ എവിടെ നിന്ന് ചോദിച്ചു? ഇന്ത്യ എന്നാണ്. അപ്പോൾ പറഞ്ഞു, അമിതാഭ് ബച്ചൻ. നിങ്ങൾ അമിതാഭ് ബച്ചൻ നാടുന്നല്ലേ? ഞാൻ അമിതാഭ് ബച്ചൻ നാടുന്നല്ലേ? ഞാൻ ഗാന്ധിജി നാടുന്ന. എനിക്ക് വലിയ ആൾ അമിതാഭ് ബച്ചനല്ല, സൽമാൻ ഖാനല്ല. സൽമാൻ ഖാൻ പേരൊക്കെ പറഞ്ഞു. സൽമാൻ വേറെ ഖാനുണ്ടല്ലോ, ഷാറൂഖ് ഖാൻ ഒക്കെ പറഞ്ഞു അയാൾ. എനിക്ക് പറഞ്ഞു, ഞാൻ അവരെ നാട്ടിൽ നിന്നല്ല, ഞാൻ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്നാണ്. ഗാന്ധി നാട്ടിൽ തന്നെ. ആരെ നാട്ടിൽ പോയി അഭിമാനത്തോട് കൂടെ പറയാം ഞാൻ ശുദ്ധനായ ഹിന്ദുവാണ്. അന്ന് ആ മനുഷ്യനെ കൊണ്ട് നമ്മൾ അഭിമാനിക്കുന്ന സന്ദർഭങ്ങൾ എത്രയാണ്. അപ്പൊ പറയാം, ഇതൊക്കെ സത്യല്ലേ? യോജിക്കാവുന്ന ഇതിലൊക്കെ നമുക്ക് യോജിച്ചൂടെ? ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചരിത്രത്തിലെ ഒരു വസ്തുത തിരിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ ഗാന്ധിജിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഞാൻ പറയും. എൻ്റെ റബ്ബ് എനിക്കൊരു അവസരം കൊടുത്തു. മരിച്ചാളെ, ഒരു ഇന്ത്യക്കാരനായ മരിച്ചാളെ തിരിച്ചു എത്തിക്കാൻ നിനക്ക് ഞാൻ അവസരം തന്നു എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞാൽ ഞാൻ ഗാന്ധിജിയെ തിരിച്ചുകൊണ്ടിരും. ഗാന്ധിജിയെ തിരിച്ചുകൊണ്ടെന്നാൽ അന്ന് ഇന്ത്യയിൽ വർഗീയത അവസാനിക്കും. അതല്ലേ വേണ്ടത്? പറയാം. അതല്ലേ വേണ്ടത്? അതാണ്. അഫക്ക് തങ്ങൾ വന്നാൽ 10 ആളെ അറിയുള്ളൂ. ഗാന്ധിജി വന്നാൽ ഇന്ത്യ മുഴുവൻ അറിയും. 140 കോടി ജനങ്ങൾ വന്നാവും അല്ലേ? 140 കോടി ജനങ്ങൾ തമ്മിൽ തെല്ലാൻ നിൽക്കുന്ന അവസാനിക്കെങ്കിലും ചെയ്തോലോ. മനസ്സിലായില്ലേ? 947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം ആഘോഷിക്കാണ് ഡൽഹിയിൽ നെഹ്റു അടക്കം. അപ്പോൾ നവഖാലിയിലേക്ക് കൂടി ഈ വയസ്സനായ ഈ വടികുത്തി നടക്കുന്ന മനുഷ്യൻ. എന്തിന്? ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ബംഗാളിൽ തല്ലാണ്. അത് അവസാനിപ്പിക്കണം. അത് തല്ലിക്കോട്ടെ എന്ന് പറഞ്ഞില്ല. അവർക്ക് രാജ്യം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞില്ല. ഈ മനുഷ്യൻ ബംഗാളിലേക്ക് വന്നു. എന്തിൽ പങ്കെടുക്കാതെ? ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ ഈ മനുഷ്യൻ ബംഗാളിലേക്ക് വന്നു. എന്തിന്? ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കൂട്ടത്തല്ല് നടത്താൻ പാടില്ല. അങ്ങനത്തെ നേതാവല്ലേ നേതാവ്? അതല്ല നേതാവ്. അങ്ങനത്തെ നേതാവ് ഹിന്ദു ആയാലും നിനക്കെന്താ? ഹിന്ദു അല്ലേ ആവണ്ട? അപ്പോൾ ഞാൻ ആ മനുഷ്യനെ അഭിമാനിക്കുന്നു. അദ്ദേഹം ശുദ്ധനായ ഹിന്ദുവാണ്. വർഗീയവാദി ശുദ്ധനായ ഹിന്ദു അല്ല. ഭീകരവാദിയായ മുസ്ലിം, ശരിയായ മുസ്ലിം അല്ല. ഇതൊക്കെ സത്യം. പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം തേടണം. ദുനിയാവിൽ പലരും പല കുത്തിത്തിരിപ്പ് നടത്തും. അതിൻ്റെ പിന്നാലെ പോകണ്ട. ഇനി ഭയപ്പെടും വേണ്ട.
പണ്ടൊരു കള്ളൻ മകളെ വീട്ടിലേക്ക് വിരുന്ന് പോയൊരു കഥ ഉണ്ട്. രാത്രി അയക്കാക്കാൻ പോകുന്നൊരു കള്ളനുണ്ടായിരുന്നു. അയാൾ മകളെ വീട്ടിലേക്ക് വിരുന്ന് പോയി. മകളെ വീട്ടിൽ വിരുന്ന് നിന്നപ്പോൾ അവർ നല്ല ഭക്ഷണം കൊടുത്തു, നല്ല പുതപ്പ് കൊടുത്തു, നല്ല കിടക്ക കൊടുത്തു. അങ്ങനെ കിടത്തി ഉറക്കി. ഇയാൾക്ക് ഉറക്കം വന്നില്ല. കാരണം ഇയാൾക്ക് ഉറങ്ങണമെങ്കിൽ കാക്കണം. നേരം വിളിക്കാൻ കാലത്ത് വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറക്കം വന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? നേരം വിളിക്കാൻ കാലത്തൊന്ന് ഉറങ്ങണല്ലോ, ലേശം നേരം ഉറങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയൽ വീട്ടിലെ കിണറ്റിലെ ബക്കറ്റ് തൊട്ടി വെള്ളം മുക്കണ ബക്കറ്റില്ലേ, ആ ബക്കറ്റ് അഴിച്ചിട്ട് തലക്കമറത്ത് ഉറന്നിച്ചിട്ട് സുഖമായി ഉറങ്ങി. നേരം വിളിച്ചപ്പോൾ അയൽ വീട്ടിലെ ബഹളം കെട്ടിട്ടാണ്, ആരോ ബക്കറ്റ് കൊണ്ടേയോ, ആരോ ബക്കറ്റ് കട്ടുണ്ടേയോ, ആരോ. അപ്പോൾ വാപ്പ എണീറ്റു. വാപ്പ ഉറക്കം വന്നില്ല, അതുകൊണ്ട് കൊണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെ കുറെ കുത്തിത്തിരിപ്പേരുണ്ട്. അവർക്ക് കുത്തിരിപ്പ് നടത്താതെ ഉറക്കം വരില്ല. ഇതൊരു പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെയാണ്. എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരാൾ 15 കൊല്ലം ഉറങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയ ഉറങ്ങും. ക്ലാസ് അവസാനിക്കുമ്പോൾ വൈലയി തുറച്ചവനാരൻ അടുത്താൽ അയാൾ കൈമുത്തി പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഗവേഷണം നടത്തി എന്തിനാണാവോ ഇയാൾ പിന്നെ ഈ ക്ലാസ്സിൽ വരുന്നത്. അങ്ങനത്തെ ഒരാളുണ്ട്, മരിച്ചിട്ടില്ല, ഇപ്പോഴുണ്ട്. ഇപ്പോൾ ക്ലാസ്സിന് വരാറില്ല. ഇപ്പം എല്ലാവർക്കും പിന്നെ വേണ്ടതായതുകൊണ്ട് അയാൾ ക്ലാസ്സിൽ നിന്ന് വരാറില്ല. പണ്ട് ലോകം മുഴുവൻ ഞാനാണ് മഹാൻ എന്ന് പറഞ്ഞ കാലത്തൊക്കെ ക്ലാസ്സിൽ വന്നിരുന്ന ആളെ കുറേ കാലം അങ്ങനെ വന്നിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ എന്താണെന്നറിയോ, ഇയാൾക്ക് ശരിക്കൊരു ഉറക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ഈ ഏലക്കുള്ള വയറ് കണ്ടിരുന്നു. വയറിലാണ് തുടങ്ങിയ ക്ലാസ് എടുത്ത് തുടങ്ങിയ ഇയാൾ കൊണ്ട് ഉറങ്ങും. ക്ലാസ് തീരുമ്പോൾ ഇയാൾ എണീറ്റ് പോയി പുറത്ത് വല്ല പായസം ഉണ്ടെങ്കിൽ അതൊക്കെ കുടിച്ച് അയ്യോളൂ. എന്നാലും ഞാൻ അയാളെ പുറത്താക്കിയില്ല. എന്തുകൊണ്ട്? ഈ സാധുവായ മനുഷ്യനെ അയച്ചിലൊരിക്കലെങ്കിലും ഉറങ്ങാലോ. എൻ്റെ ക്ലാസ് മരിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലക്കാരനാണ് ഇയാൾ. മരിച്ചിട്ടില്ല. പേര് പറയില്ല. പേര് പറഞ്ഞ നല്ല ദൈവത്താവുള്ളൂ. പേര് പറയില്ല. അങ്ങനത്തെ ഒരാളുണ്ട്. അപ്പം അതൊന്നും പ്രശ്നമാക്കണ്ട. പലർക്കും പല ഉപകാരങ്ങളുണ്ടാവും. ചിലർക്ക് കുത്തിത്തിരിപ്പായും. ചിലപ്പോൾ കാഫറാന്ന് പറയാം. ഓല് കാഫറായതുകൊണ്ട് നമ്മളെങ്ങനെ കാഫറും അരഫറും ഒന്നും ആവില്ല. നമ്മൾ ആരും നമ്മൾ പേടിക്കണ്ട. നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ മതി. ഈ ലോകം മുഴുവനും കാഫറാണെന്ന് മനുഷ്യൻ പറഞ്ഞാൽ മുസ്ലിം ലോകത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും കാഫറാണെന്ന് ജീവിതകാലത്ത് അയാൾ കാഫറാണെന്ന് പറഞ്ഞ പണ്ഡിതൻ്റെ പേര് പറയട്ടെ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി. മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത് അയാൾ കാഫറാണെന്ന്. എത്ര മുസ്ലിം പണ്ഡിതന്മാരാണ് യഹ്യ ചുട്ടുകരിച്ച് എന്താ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞാൽ 100 കണക്കിന് തെളിവ് ഞാൻ നാളെ നിർത്തും. എന്താ പറഞ്ഞ മുസ്ലിം ലോകം മുഴുവനും ലോകത്തെ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും കാഫറാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഇമാം ഗസാലി, അബൂ ഹമീദ് അൽ ഗസാലി കാഫറാണ്. യഹ്യ കണ്ടിടത്ത് മുഴുവൻ ചുട്ടരിക്കണമെന്നായിരുന്നു അവർ. ചുട്ടുകരിക്കുകയും ചെയ്തു. ബഗ്ദാദ് പട്ടണത്തിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം യഹ്യ ചുട്ടുകരിക്കാൻ ബഗ്ദാദിലെ ഖാദിമാർ തീരുമാനിച്ചു. ഖാദിമാരുടെ നേതാവിൻ്റെ അടുത്തേക്ക് വ്യാഴാഴ്ച കിടന്നുറങ്ങിയപ്പോൾ മുസ്തഫ നബി വന്നു. അടി അങ്ങോട്ട് കൊടുത്തു. പൊതിരെ തല്ലി. റസൂലുള്ളാഹി വഫാത്തായി 500 കൊല്ലം കഴിഞ്ഞിട്ട് അടി അങ്ങോട്ട് കിട്ടി. പാളർച്ച് ഗസാലിയെ കുറ്റമറിയിച്ചാരാന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം അദ്ദേഹം കുപ്പായമിടാതെ ഒരു വയൽമുണ്ട് പുതച്ചുകൊണ്ട് പള്ളിയിൽ വന്നപ്പോൾ ശിഷ്യന്മാർ സുബഹി നിസ്കരിച്ചിട്ട് ചോദിച്ചു, എന്തിനാ ഉസ്താദേ കുപ്പായിടാൻ? അപ്പോൾ കടിച്ചു. റബ്ബനി റസൂലുള്ളാഹി റസൂൽ അടിച്ചു. ഗസാലി മരിച്ചു. അതുകൊണ്ട് ഞാനും കത്തിക്കാൻ. മുസ്ലിം സുന്നി പണ്ഡിതന്മാർ കൂടിയിട്ടാണ് കത്തിക്കാൻ തീരുമാനിച്ചത്. വാബികളൊന്നുമില്ലല്ലോ. പണ്ടൊരു മൗലിയരും ഒരു വാബി മൗലവിയും തമ്മിൽ വാദപ്രവാദം തീരുമാനിച്ചു. അപ്പം മൂല്യർക്ക് ചെലവുകൊണ്ടിരുന്ന ആള് എന്ന് മൂല്യർ ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ ഇപ്പോഴോട് മറുപടിയാണ്. അപ്പോൾ ചെലവുകൊണ്ടിരുന്ന ഈ പട്ടിപ്പാത്രം കൊണ്ടിരുന്ന ആൾ ഒരിക്കൽ മൂല്യരോട് ചോദിച്ചു, എന്തിനാ മൂല്യം നിങ്ങൾ വ്യവസായമല്ലോ ദുഃഖിച്ചിരിക്കണം. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല എന്നാലും നിങ്ങൾ പറയും, എന്നോട് പറഞ്ഞ കാര്യമില്ലെങ്കിൽ ഞങ്ങൾ പറയും. എന്തേ ഒന്നല്ല, ഞാനും വാബികളും തമ്മിൽ വാദപ്രതിവാദമുണ്ട്. എന്നാ വിശ്വാസത്തരം എന്തിയാണ് നിങ്ങൾ വിചാരമുണ്ട്, ഞാൻ വരുന്നുണ്ട്. ചന്ദ്രൻ എന്താ കാര്യം നിങ്ങൾ വിളിക്കണ്ട, അത് ഞാൻ തീർത്ത് തരാം. അങ്ങനെ മൂല്യരും ഈ ചെലവുകൊണ്ടിരുന്ന ആളും കൂടി വാദപ്രതിവാദത്തിന് പോയി. വാദപ്രതിവാദം നടക്കുന്ന മുറിയുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ മൂല്യരെ ഷൂ എടുത്തിട്ട് ഈ നാടൻ മനുഷ്യൻ ഷൂ എടുത്ത് കൊണ്ടുവന്നിട്ട് വാദപ്രതിവാദം നടത്തുന്ന പ്രധാനപ്പെട്ട മേശൻ്റെ പുറത്തോടെ കൊണ്ടുവച്ചു. വാബികൾ വന്നു. വാദപ്രതിവാദം തുടങ്ങാനായപ്പോൾ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ മൂല്യരാണെങ്കിലും ഷൂ അവിടെ നിന്ന് എടുത്തോക്കണം.
അപ്പോൾ ഈ ചെലവുണ്ടെന്ന് ഇയാൾ പറഞ്ഞു, വഹാബികളുള്ള സ്ഥലങ്ങളിൽ ഷൂ അങ്ങനെ പുറത്തു വെക്കാൻ പാടില്ല, അവർ ഷൂ കട്ടുപോകും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഹാബികൾ പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, റസൂൽ എങ്ങനെ അങ്ങനെ പറയാ, അക്കാലത്ത് വഹാബികളില്ലല്ലോ. അപ്പോൾ പറഞ്ഞു തീരുമാനമല്ലോ, റസൂൽ കാലത്ത് ഏതായാലും വഹാബികളില്ലല്ലോ, പിരിഞ്ഞാളി. അതിപ്പോഴും നടന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലില്ല എന്റെ കാലത്തില്ലാതെ പിൽക്കാലത്ത് വന്ന ജാഹിലിയങ്ങളാണ് ആര്? വഹാബികളൊന്നും ഒന്നിനും അംഗീകരിച്ചില്ലേ. ഇതല്ല എന്തിനാ പിരിഞ്ഞു? മനസ്സിലായ ചിന്തിക്ക്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടാം, ഒരു പേടി പേടിക്കണ്ട, കുത്തിത്തിരിപ്പിനൊന്നും പേടിക്കണ്ട. പല കുത്തിത്തിരിപ്പും നടത്തും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ഇതൊക്കെ ഉണ്ടാകണം. എന്തുകൊണ്ട്? ദീനിനെ നിലനിർത്തുന്നത് ബഹുമാനപ്പെട്ട അവസ്ഥ പോലെയുള്ള സംഘടനകൾ ഇവിടെ നിലനിൽക്കണം. അതൊക്കെ നിലനിന്നേ മതിയാവും. ഇല്ലെങ്കിൽ വഹാബികൾ നമ്മളെ ഒന്നുമല്ലാതാക്കും. നമുക്ക് നമ്മുടേതായ അടിസ്ഥാനം വേണം, ലീഗ് വേണം, വാസവാമസ്ഥ, ഇതൊക്കെ ആവശ്യമാണ്. നമ്മളൊരാവശ്യമുള്ള ആളല്ല, അവരാവശ്യമുള്ള ആളുകളാണ്. കാരണം ഇതൊക്കെ നിലനിൽക്കണം. 100% നിലനിൽക്കണം. ഞാൻ ഈ അടിസ്ഥാനത്തിനൊന്നും എതിരല്ല. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നതിന് മാത്രമാണ് എതിര്. ഈ അടിസ്ഥാനത്തിനെതിരല്ല. ഇതുണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ നഷ്ടം സംഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതൊക്കെ കൈകാര്യം ചെയ്യണമെന്നത് നന്നാകണമെന്നേ ഉള്ളൂ. നമുക്ക് അതുണ്ടാകരുതെന്ന് നമുക്ക് ഇല്ല, ഒരിക്കലുമില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നും മുന്നിൽ ചാടിയാൽ ഞാൻ തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനവിടെ ചാടാറുണ്ട്. എന്തുകൊണ്ട്? അതിവിടെ നിലനിൽക്കൽ ആവശ്യം, അനിവാര്യമാണ്. ഒരു ഉമ്മത്തിന് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റൊന്നും നിങ്ങൾ പേടിക്കണ്ട. വയക്കുനും മദ്ഹൂഹും വദമ്മുഹും സവാ. ജനങ്ങൾ നിങ്ങളെ പ്രശംസിച്ചാലും ജനങ്ങൾ നിങ്ങൾ വിമർശിച്ചാലും ഒരുപോലെയാണ്. എന്ത് പ്രശ്നം? എനിക്ക് സംഘടനയല്ല, എൻ്റെ കൂടെ ഒരാളെ ആവശ്യമില്ല. എന്നെ ഒരാൾ തലയിലും കയറ്റേണ്ട ഒരു പ്രശ്നമില്ല. എന്നെ തലയിൽ കയറ്റണം, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ 10-25 കൊല്ലം ചില വാക്കുകളിൽ ഗവേഷണം നടത്തുന്ന ഒരാൾക്ക് ചില സത്യങ്ങൾ ആവുക സ്വാഭാവികമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين.